നമ്മൾ ഏത് മരുന്നിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുകയാണ് ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റിയെ മരവിപ്പിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളും വരും. അതുപോലെ മറ്റ് സൈഡ് ഇഫക്റ്റ് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന റൂമറ്റോളജിസ്റ്റ് ഉപയോഗിക്കുന്ന HCQ. അപ്പം മിക്കവാറും റൂമറ്റോളജി പേഷ്യൻസിനെല്ലാം അറിയാം. അതിൻ്റെ ഒരു മെയിൻ സൈഡ് ഇഫക്റ്റ് എന്താ? നമ്മുടെ കാഴ്ചയെ ബാധിക്കും. നമ്മൾ അറിയേയില്ല, കാഴ്ച പോയി കഴിയുമ്പോൾ അറിയുള്ളൂ. അപ്പോൾ അത് ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അത് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് നിർത്താനേ പറ്റുള്ളൂ. പിന്നെ അടുത്ത മരുന്നിലേക്കാണ് പോകാനേ പറ്റുള്ളൂ. പിന്നെ ഒരു ടുഫാസിനിബ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതാണ് വേറെ ഒരെണ്ണം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് ഞാൻ പറയുന്നത്. ഈ ടുഫാസിനിബ് യൂസ് ചെയ്യുന്ന ഇപ്പം പലപ്പോഴും പേഷ്യൻസിന് റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വരാൻ തുടങ്ങും. അപ്പം അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇൻഫെക്ഷൻ വരാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ അവർക്ക് നിർത്താനേ പറ്റുള്ളൂ. പിന്നെ പല രീതിയിലുള്ള ചിലർക്ക് ഈ ലിവർ എൻസൈംസ് കൂടാൻ തുടങ്ങി. ഇതൊക്കെ ലിവറിനെ ലങ്സിനെ ഒക്കെ ബാധിക്കാം ലോങ് ടൈം. ഈ ലങ്സിനെയൊക്കെ ബാധിക്കുന്നത് നമുക്ക് ടെസ്റ്റ് പോലും ചെയ്യാൻ പറ്റില്ല. ലങ്സിന് ശ്വാസം മുട്ടലും ചുമയൊക്കെ വരുമ്പോഴാണ്, അതായത് ലങ്സിൻ്റെ ഒരു ഇൻഡസ്ട്രീഷ്യൽ ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരിതുണ്ട്. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ അറിയില്ല. അതേസമയത്ത് ലിവറിനെ ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ലിവർ എൻസൈംസും ലിവർ ഫംഗ്ഷനും നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇതുപോലെ കിഡ്നിയെ ബാധിക്കാം. പിന്നെ വേറൊരു വെരി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നാണ് മെത്തോട്രെക്സേറ്റ് എന്ന് പറയുന്നത്. മെത്തോട്രെക്സേറ്റ് അത് പലപ്പോഴും ഏറ്റവും അത് ഡേഞ്ചറസ് ആകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആഴ്ചയിൽ ഒന്ന് കഴിക്കാനുള്ള മരുന്നാണ്. ഈ പേഷ്യൻസ് വല്ലതും അറിയാതെ എടുത്ത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ലിവറും അതുപോലെ ബോൺ മാരോ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ബേസ് ഇരിക്കുന്ന എവിടെയാണ്? ബോൺ മാരോയ്ക്കകത്താണ്. ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ. അത് ബോണിനകത്ത് സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ബോൺ മാരോയ്ക്കകത്താണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം സെൽസ് ഒക്കെ ഉണ്ടാകുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.